നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പേടിക്കാനൊന്നുമില്ല. കാലിന്റെ ഫ്രാക്ചറൊക്കെ ഏകദേശം ഭേദമായിട്ടുണ്ട്. ബോൺ പൂർവ്വസ്ഥിതിയിലായിക്കൊണ്ടിരിക്കുന്നു. ഇനി കാലിൽ ബാൻഡേഡ് കെട്ടേണ്ട ആവശ്യമില്ല. ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങാം. മോളു, കാലൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇനി ചിട്ടയായിട്ട് കുറച്ചുനാള് കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യണം. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന്, കഴിയുമെങ്കിൽ നാളെ തന്നെ. അതിന് വലിയ ചെലവാവോ ഡോക്ടറെ? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കൊരു പൈസയും ചെലവാവില്ല. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ദിയമോളുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആരോടും ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഡോക്ടർ. ചില ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെയാണ്. സഹായം അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും സഹായത്തിന് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് അവർ ശേഖരിക്കും. എല്ലാ എക്സ്പെൻസും അവർ മീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ദിയമോളുടെ ഭാഗ്യമല്ലേ, അല്ലേ മോളെ? എന്നാ വൈകിക്കണ്ട, നാളെ മുതൽ ഫിസിയോതെറാപ്പി ആരംഭിക്കാം. ശരി ഡോക്ടർ. യെസ് ഡോക്ടർ. അതിനെന്താ, നാളെ രാവിലെ 10 മണിക്ക് ഫിക്സ് ചെയ്തോളൂ. നോ പ്രോബ്ലം, ഞാൻ വന്ന് ചെയ്തു തരാം. വന്ദനമ്മ എന്തിനാ കരയുന്നത്? എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ ആന്റി പറഞ്ഞല്ലോ. ഒന്നുമില്ല മോളെ. കോടീശ്വരനായ രാജീവ് മേനോൻ സാറിന്റെ മോള് ചികിത്സയ്ക്ക് സൗജന്യം പറ്റുന്നു. അത് ഓർക്കുമ്പോ സഹിക്കുന്നില്ല. നാളെ മുതൽ ഫിസിയോതെറാപ്പി തുടങ്ങാം. ലീവ് വേണമെന്ന് പറഞ്ഞ വക്കീൽ അനുവദിക്കോ എന്തോ. ജോലിക്ക് അങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. ചികിത്സയ്ക്ക് ഞാൻ കൂടെ വേണമെന്നില്ലല്ലോ. അമ്മയോടൊപ്പം വിട്ടാ പോരെ മോളെ? വേണ്ട, എനിക്ക് വന്ദനമ്മ തന്നെ കൂടെ വരണം. മോളെ, വന്ദനമ്മയ്ക്ക് ജോലിക്ക് പോണ്ടേ? മോള് നല്ല കുട്ടിയല്ലേ? വേണ്ട, വന്ദനമ്മ തന്നെ കൂടെ വരണം. വരാം, വന്ദനമ്മ തന്നെ കൂടെ വരാം. പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.